ഈ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുന്നു. ഇന്ന് എനിക്ക് ഇവിടെ സംസാരിക്കാൻ ഉള്ള വിഷയം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. 2012 അവർ ജോലി ആവശ്യാർത്ഥം ഭർത്താവുമായിട്ട് യമനിലേക്കാണ് പോയത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ പിന്നീട് അവർ അവിടുത്തെ യമൻ പൗരനുമായിട്ട് ക്ലിനിക്ക് തുടങ്ങാനുണ്ടായത്. ആ ക്ലിനിക്ക് തുടങ്ങിയിട്ട് അതിൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ യുദ്ധം കാരണം ഭർത്താവ് നാട്ടിൽ വന്നു. യുദ്ധത്തിൻ്റെ മുമ്പ് നാട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ യുദ്ധം കാരണം ഭർത്താവും മകൾക്കും തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ യമൻ പൗരൻ ഇവരെ എല്ലാ സ്വത്തുക്കളും ഒക്കെ കൈക്കലാക്കുകയും പിന്നീട് അവൾക്ക് മനസ്സിലായി ഇവരുമായിട്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് കാരണം ഇവർ അനസ്തേഷ്യ മരുന്ന് കൊടുത്തിട്ടാണ് ഈ യമൻ പൗരനെ മയക്കി കിടത്തി എന്നാണ് ഇവൾ കോടതിയിൽ ഈ നിമിഷപ്രിയ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇനി ഇപ്പോൾ ഉള്ള വിഷയങ്ങളിൽ യമൻ്റെ കുടുംബക്കാർ കനിഞ്ഞാലാണ് ഈ നിമിഷപ്രിയക്ക് മോചനം ലഭിക്കുകയുള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പിന്നീട് നിമിഷപ്രിയയുടെ അമ്മ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ട് യമനിക്ക് പോകാനുള്ളൊരു എംബസി മുഖാന്തരം ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് മാർഗം പോകാൻ കഴിയില്ല. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടും പിന്നീടും എങ്ങനെ ബസ്സിനൊക്കെ പോകണമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിച്ച ഇനി ഒരുപാട് ആളുകൾ ഈ ഇതിൽ പങ്കെടുക്കാൻ പിന്നീട് സംസാരിക്കാനുള്ളത് കാരണം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും.